വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കാണിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. സവോള എന്ന് ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണക്ക് മാറുമ്പോൾ ഇതിലേക്കൊരു തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി, ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് അല്പം നെയ്യ് തടവി കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 4 ബ്രെഡാണ് കേട്ടോ ഇവിടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ 2 വശവും നല്ലപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മൊരിയിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഭാഗത്തും കൂടെ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും ഇതുപോലെ മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിത് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ ഇട്ട് വരുന്ന സമയത്തും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 വശം ഇതുപോലെ മൊരിയിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവോളയുടെ ഫില്ലിങ്ങും അതിന് മുകളിലായിട്ട് പുഴുങ്ങിയ ഒരു മുട്ടയുടെ കഷ്ണവും വെച്ചിട്ട് അതിന് മുകളിൽ വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്കൂളിലേക്ക് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് സൈഡ് വശമൊക്കെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. വീട്ടിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ സവോളയുടെ ഫില്ലിങ്ങും മുട്ടയും വെച്ച് കൊടുത്താൽ മതി. പഫ്സിൻ്റെയൊക്കെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.